അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റമദാൻ ക്രാഫ്റ്റ് ഇപ്പം ലോഗ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ നോമ്പ് പകുതിയായി. എന്നാലും നിങ്ങളോടേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മുടെ GCCയിലുമൊക്കെ വാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പം സേഫാണ്. അപ്പോൾ ഒത്തിരി ആ ഒരു റിലേറ്റഡ് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം നമുക്കൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു സമാധാനക്കേട് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള ഗവൺമെൻറ് പറയുന്ന രീതിയിൽ തന്നെ എല്ലാവരും നിൽക്കുക. അതുതന്നെ ഫസ്റ്റ് ടൈം പറയാനുള്ളത്. പിന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ഏത് സ്ഥലത്തുള്ളവരാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മളെ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാത്തത്. ഇപ്പം ഫസ്റ്റായിട്ട് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ലാസ്റ്റായിട്ട് ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മിനി ഫ്ലവർ പോട്ട് സീരീസ് ചെയ്ത സമയത്ത് ആ ഒരു പോട്ടിൻ്റെതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം ഈ രണ്ടും നമ്മളിവിടുന്ന് സെൻഡ് ചെയ്തത് പോസ്റ്റ് വഴി ആയിരുന്നു. നോർമലി ഞാൻ അല്ലാതെ കൊറിയറും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റൊക്കെ കുറവാണ് ഈ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഞാൻ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്തു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസിൽ അത് ബ്ലോക്കായി പിന്നെ കുറേ എന്താ പറയുക, എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ അറിയുന്ന ഒരാളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും എനിക്ക് കഴിഞ്ഞ വീക്കാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രയും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കയ്യിലെത്താനും. ആ ഒരു റിലേറ്റ് കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന 50K ഗിവ് അവേയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം കുറേ ആൾക്കാർ നമ്മുടെ റമദാൻ ഗിവ് അവേ ചെയ്യാൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്നും ചെയ്യാനുള്ള മാനസിക ഒരു എന്താ പറയുക അതുണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഇത് കസ്റ്റംസിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റക്കായത് കാരണം ഭയങ്കര സ്ട്രിക്റ്റാണ് ഇന്ത്യൻ കസ്റ്റംസ് ഇപ്പം. അതുകൊണ്ട് തന്നെ പിന്നെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് അവരത് ഫോളോ ചെയ്യുന്നില്ല എന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടുന്ന് അയച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇന്ത്യക്ക് ഫസ്റ്റ് ടൈമാണ് പോസിറ്റീവായി സെൻഡ് ചെയ്യുന്നത്. പക്ഷേ സൗദിയിൽ, UK, ശ്രീലങ്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഐറ്റംസ് കൊറിയർ ചെയ്യാറുണ്ട്. ഗിവ് അവേ ഐറ്റംസ് അല്ല, ഞാൻ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ മിക്കതും ഈ പോസ്റ്റ് വഴിയാണ് സെൻഡ് ചെയ്യാറുള്ളത്. അതിലൊന്നും എനിക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ എന്താണ് നമ്മുടെ ഐറ്റംസ് എവിടെയാണ് എന്നുള്ള ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, ഇന്നെവിടെ എത്തി, ഇന്നത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഒരു അപ്ഡേഷനും ഇല്ലാതെ നിൽക്കുമായിരുന്നു നമ്മുടെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് പോലും. അതിൽ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ദിവസം എടുത്തിട്ടുള്ള സാധനമാണ്. പോരാത്തതിന് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളുമാണ്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല, ഒത്തിരി അൺസബ്സ്ക്രൈബും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അൺഫോളോസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, നമ്മളോട് ട്രസ്റ്റ് ഉള്ളവർ എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നമ്മുടെ പുതിയ ഒരു ഗിവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ 50K ഗിവ് അവേ ഇത്രയും ലേറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം നമ്മളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 66 സംതിങ് എത്താനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്തുള്ളത്. അപ്പം ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും ഇതിപ്പം ലാസ്റ്റ് വീക്കാണ് നമ്മുടെ കഴിഞ്ഞ ഗിവ് അവേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വിന്നേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഗിവ് അവേയും കൂടെ
നമുക്കിനി വരാനുള്ള അപ്കമിങ് ഗിവ് അവേ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗിവ് അവേൻ്റെ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഗിവ് അവേ ഒക്കെ ഞാൻ ഗിവ് അവേ ചെയ്തതിന് ശേഷമാണ് ഐറ്റംസ് നാട്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങനെ ചെയ്യേണ്ട, ഇനി സാധനം നാട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കും. നിങ്ങളും അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നമ്മുടെ ഗിവ് അവേ 50Kൻ്റെ ഗിവ് അവേയും കൂടെ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം നാട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ചെയ്യാം. പിന്നെ നമ്മളിപ്പം വീഡിയോസ് ഡെയിലി 2 വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് റിലേറ്റ് ചെയ്ത് കുറച്ച് അധികം വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഡെയിലി 2 വീഡിയോസ് ഇടാൻ പറ്റാറില്ല. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത സമയവും ഈ ഒരു 2 മാസമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മാക്സിമം ഒരു വീഡിയോ എങ്കിലും ഡെയിലി ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് വരുന്നുമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പോഴും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരാണെങ്കിലും അങ്ങനെ കുറച്ച് പേര് നമുക്കുണ്ട്. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഒരു റമദാൻ ഗിവ് അവേ അല്ലെങ്കിൽ ഈദിൻ്റെ ഒക്കെ ഒരു ഗിവ് അവേ ചെയ്യണം എന്നുള്ളത്. ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഇപ്പം അതിൻ്റെ ഗിവ് അവേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഞാനിപ്പോൾ 50Kൻ്റെ എല്ലാ സാധനവും ഒരുമിച്ച് വിടാമെന്നാണ് വിചാരിക്കുന്നത് ഇനി നാട്ടിലേക്ക്. അപ്പം ആ ഒരു ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് റമദാൻ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.